عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وآل كل والصحابة الفائزين برضا الله أما بعد. സഹോദരങ്ങളെ, മരണാനന്തര ജീവന ചൊല്ലുടെ വിഷയത്തെ ലാസ്റ്റ് ഹന്തത്തിന് എത്തിക്കൊണ്ടുള്ള എത്തു ബാട്ടിക്കൊണ്ടുള്ള ചൊല്ല എത്തോ ചൊമ്മ പഠിക്കുകൊണ്ടു ഇനിയും ഓരോരോ വിഷയത്തെയും വളരെ വിശാലമായി ചർച്ച ചെയ്യുക. ഇമാമങ്ങൾ ചൊമ്മ കിതാബുകൾ എഴുതി വെച്ചിരാറ്. അള്ളാഹുരൊട്ടിಗೆ ചോദ്യ കേൾക്കണമെങ്കിൽ ടൈമിലോ നാം ഇന്നലെ അറിയിച്ചതുപോലെ മനുഷ്യ ഈ അള്ളാഹുരൊട്ടിക ചോദ്യം കേട്ടിട്ട് അള്ളാഹു ഞങ്ങളൊട്ടിക വിചാരണ ആക്കിയിട്ട് ആ വിചാരണയുടെ നേരിട്ടിട്ട് അള്ളാഹുടെ മുന്നിലും കോട്ടിക്കെട്ടൽ ആൾമാരുടെ മുന്നിലും ഞങ്ങളെ ഹണബറഹ അഥവാ ഞങ്ങാക്കിയ ഞങ്ങളെല്ലാ ബെടക്കത്തരങ്ങൾ വെളിവാക്കെടുത്തിട്ട് പേടിച്ചിട്ട് മനുഷ്യ ചൊല്ലിട്ട് നമുക്ക് വിചാരണ വേണ്ട, ഡയറക്റ്റ് നരകത്തിയെ പോയ മെയ് വിചാരണക്ക് വേണ്ട, എൻ്റെ ഒന്നും മര്യാദ പോണ്ടേ വേണ്ട, ഡയറക്റ്റ് നരകത്തിക്ക് ഇടോറു ചൊല്ല് ആ ഒരു പലക്കവരെ ചൊല്ലാണ്. അത്രയും അതൊരു പേടി മനുഷ്യക്ക് പണ്ടുണ്ടായിട്ടിരിക്കും. ആ പേടി ഇതെല്ലാം പണ്ട് ഹബീബന റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങൾക്ക് പിടിപാട്ടുകൊള്ള കാരണം ഭാവി ജീവന ഞങ്ങൾക്ക് ആഖിറ ജീവൻ ഇങ്ങനെ ആയിട്ടിരിക്കുന്നുണ്ട് പിടിപാട്ടത്. അണ്ടത്തെ നാളിൽ ഈ വിചാരണ നേരിട്ട ടൈമിലോ സന്തോഷിക്കുന്ന ഒരു കൂട്ടറുണ്ട്. അങ്ങക്ക് ഹിസാബേ ഇല്ല, അങ്ങക്ക് ഹിസാബില്ല, അങ്ങക്ക് ചോദ്യമില്ല, അങ്ങോട്ട് എന്തുമില്ല, ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് പോകേണ്ട ഒരു കൂട്ടർ. അതിൽ പെടണു ചൊല്ല ഒരു ഉദ്ദേശം കൊണ്ടായിട്ട് ഇതെല്ലാം റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങൾക്ക് പിടിപാട്ടിയത്. അല്ലാണ്ട് വേറെ ഒന്നും പിടിപാട്ടിയിട്ട് ഞങ്ങൾ എന്താക്കുകയല്ല. ഞങ്ങളുടെ സ്വഭാവം ഇതെല്ലാം കേട്ടിട്ട് പഠിച്ചിട്ട് ഞങ്ങളൊന്ന് നല്ലതായിട്ട് ഞങ്ങൾ ജീവനൊന്നു ആ ചോദ്യത്തെ നേരിട്ട് നിലക്കുള്ള ആ നല്ലൊരു സെറ്റപ്പിടെ ജീവനം തന്ന ദുനിയാവിലെ ആക്കോറോ ചൊല്ലുടെ ഉദ്ദേശത്തിലായിട്ട് റസൂലുള്ളാഹി തങ്ങൾ പിടിപാട്ടിട്ട്. ഇനി ഇങ്ങനത്തെ ടൈമിലോ ഈ ഒരു അള്ളാഹു വിചാരണാക്കുന്ന ടൈമിലോ മര്യാദ മനുഷ്യന്മാരെ കോട്ടിക്കെട്ടലാൽമാരെ മുന്നിലോ മര്യാദ പോണ്ടെങ്കത്തെ ടൈമിലോ അള്ളാഹു മര്യാദയെ കാത്തു സൂക്ഷിക്കടെ അഥവാ ഓൻ്റെ തപ്പുടെ മാഫാക്കിയിട്ട് ആൾമാരെ മുന്നിൽ ഒന്നും പ്രകടമാക്കാണ്ടിക്കണമെങ്കത്തെ ഒരു സാഹചര്യ ചില ആൾമാർക്ക് പണ്ടുണ്ടായിട്ടിക്കട്. എന്തിനത് ആർക്കത് മുഅ്മിനുൻ സതറ അലന്നാസി ഔറാത്തിഹിം, ഒരു മനുഷ്യ ഇനൊരു മുഅ്മിനായ മനുഷ്യരുടെ രഹസ്യ വിഷയങ്ങൾ മറച്ചു വെച്ച ഇനൊരു മുഅ്മിനായ മനുഷ്യർ ചില തപ്പു നങ്കൊന്തുണ്ട്. അവനങ്ങനെ ആക്കിര, അവനിങ്ങനെ ആക്കിര, അവന കണ്ട അങ്ങനെ ഇങ്ങനെ ആയത് അല്ല കൊണ്ട് മുകളിലെ വിഷയം കൊന്തുണ്ട്, അവൾ അങ്ങനെ അവൾ ഇങ്ങനെ ചെന്നിട്ടു അല്ല കൊണ്ട് പെഞ്ഞായുടെ തലത്തിലുള്ള ഓള വിഷയം കൊന്തുണ്ട്. അതിന് ഞങ്ങൾ റായത്തുകളെ മുന്നല്ലോ ചൊല്ലാണ്ട് ആൾമാരുടെ സ്പ്രെഡാക്കാണ്ട് വാട്സപ്പിലിടാണ്ട് പഞ്ചായത്തിക കുർപ്പാത്ത് കെട്ടൽ അങ്ങനെ വിഷയത്തിൽ നിന്ന് മുണ്ടാണ്ട് കേട്ട് നല്ല കെട്ട് ചെന്നിട്ടു റബ്ബ് നല്ല കെട്ട് ചൊല്ല ഉദ്ദേശത്തിൽ അതിനെ ഞങ്ങൾ മറച്ചു വെച്ച മൂടി വെച്ച പ്രചാരാക്കിയിട്ടില്ല. എന്നാൽ ആ മനുഷ്യരെ ഈ മറച്ചു വെച്ചെങ്കിത്തെ മനുഷ്യ ഇനൊരുത്തരെ തപ്പ് ഗുന്തിനെതിരെ പരസ്യമാക്കാണ്ട് മറച്ചു വെച്ചെങ്കിത്തെ മനുഷ്യര് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കോട്ടിക്കെട്ടൽ ആൾമാരെ മുന്നോ ഈ വ്യക്തിരെ ഈ മറച്ചു വെച്ചെങ്കിത്തെ ഈ വ്യക്തിരെ ദോഷങ്ങൾ അല്ലാഹു മറച്ചു വെക്കോ ഫദീഹത്താക്കല. വഹ്തമല ഫി ഹഖി നഫ്സിഹി തഖ്സീറഹും, എന്തെങ്കിലും തപ്പുക കാണുമ്പോൾ അതിനോട് സഹിക്കടെ ഓണുകെ എനിക്ക് ആക്കിയ ഒരു തപ്പുണ്ട് ഞങ്ങൾ അതിനെ സഹിക്കടെ. വലം യുഹരിക് ലിസാനഹു ബിദിക്രി മസാബിഹിം വലം യദ്കുറുഹും ഫി ഗൈബതിഹിം ബിമാ യക്റഹൂന ലൗ സമയഊഹു, അവൻ കേട്ടെങ്കിൽ അവങ്കു ഇഷ്ടക്കല അങ്ങനത്തെ വിഷയങ്ങൾ അവനില്ലാത്തപ്പോൾ ഇനൊരുത്തരോട്ടെ ചൊല്ലാണ്ട് അവൻക്ക് ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ വേറൊരുത്തരോട്ടെ പാടാണ്ട് അവൻ്റെ കൊരത്തകൾ ചൊന്നു നടക്കാണ്ട് ഇനൊരുത്തര് ഈ നിലക്ക് ഇനൊരു മനുഷ്യരുടെ ആ നിലക്ക് ബഹുമാനിച്ച മനുഷ്യ അവൻ്റെ ദൂറാണ്ട് അവൻ്റെ ഹാൽക്ക് വിട്ടുവിട്ട് ഈ നിലക്ക് ജീവിച്ചെങ്കിത്തെ മനുഷ്യ
ജദീറും ബിഅൻ യുജാസാ ബിമിസ്ലിഹി ഫിൽ ഖിയാമ. ഈ മനുഷ്യർ ഖിയാമെന്നാൽ അള്ളാഹു കൊടുക്കൂടെ കൂലി ഇതേപോലത്തെ കൂലിയായിട്ടിക്കടെ. അന്നഹു ഖദ് സതറഹു അൻ ഗല ഗൈരിക. അള്ളാഹു താല ചൊല്ല്, നീ ബേരങ്ങളെ തപ്പു നീ മറച്ചു വെച്ചാലേ ഉണ്ട് നിന്റെ തപ്പിടുന്നാണ് ഇവിടെ മറച്ചു വയ്ക്കട, അഥവാ ഇല്ലാണ്ടാക്കട, അഥവാ ദോഷത്തന്നില്ല ചൊല്ലതിനർത്ഥം. ഇതെല്ലാം നല്ലൊരു വിഷയമായിരിക്കുന്ന ഈ ദുനിയാവിലാക്കടെ ഏത് നന്മകും അള്ളാഹുറുമുട്ട ഇതുപോലത്തെ വ്യത്യസ്തങ്ങളായ പ്രതിഫലങ്ങളാണ് കിട്ടുക. ഇനി മനുഷ്യ നിന്റെ അള്ളാഹു താല വിളിക്കൂ, യബ്ന ആദമേ മനുഷ്യ ഉദ്നു ഇപ്രഭ ഉദ്നു മിന്നി ദൂരെ പോകേണ്ട ഇപ്രഭ. ആ ടൈമിൽ വളരെ പേടിച്ച് റബ്ബിടെ മുന്നിൽ പഠിച്ചിട്ട് നീ പോവ, വളരെ ടെൻഷനായിട്ടിരിക്കും. നിന്റെ കണ്ണ് വളരെ 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 പേടി കൊണ്ട് നിറച്ചിട്ടിരിക്കും. ഹൃദയമാണെങ്കിൽ ഇങ്ങനെ പൂളായിട്ടിരിക്കും, അതിന് തത്രയും ഇതായിട്ടിരിക്കും. ആ ടൈമിൽ നിന്റെ കയ്യിൽ നീനാക്കിയെങ്കത്തെ തപ്പും എഴുതിയെങ്കത്തെ നിന്റെ എല്ലാ തപ്പും എഴുതി വെച്ചെങ്കിൽ കിതാബ് നിന്റെ കയ്യിൽ തറ കൊണ്ടു. നീ എത്ര തപ്പുടെ നീ മറന്നിട്ടിക്കുക, ബാല്യത്തിലാക്കിയത്, യൗവനത്തിലാക്കിയത്, പിന്നാക്കിയത്, 5 വർഷം മുതലാക്കിയത്, അല്ല 3 വർഷം മുതലാക്കിയ തപ്പ് നിക്ക് മറന്നിട്ടിക്കുക. പക്ഷെ ഇണ്ട് നീ അതിൽ ഓർക്കണോ. ഒക്കൊമ്മിൻ ത്വായത്തിൻ ഗഫൽത അൻ ആഫാതിഹ ഫക്തശഫതലക അൻ മസാബിഹ. എത്ര എത്ര അനുസരണങ്ങൾ, എത്ര നല്ല നല്ല സ്വറ നീ ആക്കണിന്ത്. പക്ഷേ നീ അതിൽ വിട്ടുപോയ അതിൽ നീ കുറേ നിൻ്റെ ആക്കടെ അമലും കുറേ തപ്പ് വന്നിട്ട് അതും ഇൻ്റെ കണ്ടുകൊണ്ടുണ്ടോ നിൻ്റെ നിസ്കാരത്തിലുള്ള തപ്പ്. എത്ര വലിയ നാണക്കേടായിട്ടിക്കടെ നിൽക്കാവിടെ അണ്ടത്തെ നാൾ അള്ളാഹുടെ മുന്നിൽ ഈ കേക്കുടെ ടൈമിലു നീ എങ്ങനെ ഉത്തര കൊടുക്കണേ, നീ എങ്ങനെ ചിന്തിക്കടേ, എങ്ങനെ ചെങ്കിയാവിടെ നിൽക്ക്. യാ അബ്ദി അമസ്തഹൈത മിന്നി ഫബാറസ്തനി ബിൽ ഖബി. അള്ളാഹു താല കേക്കട്, മനുഷ്യ നിക്ക് ദുനിയാവിൽ ചെങ്കായിട്ടില്ലല്ലേ അള്ളാഹു താല കേക്കട്. നീന് പരസ്യമായിട്ട് തപ്പുങ്ങാക്കി നീന് നൻ്റെ എതിർത്തിട്ട് ആൾമാരെ ശങ്കിച്ച നീന് അങ്ങനെ എതിർ നീന് നല്ലായിട്ട് ചമഞ്ഞ എതിർ നീ നല്ലായിട്ട് നീ ചമഞ്ഞ. പക്ഷേ ഉൽഗ പോയപ്പോൾ നിന്റെ തപ്പ് ഭാരി വളരെ വലിയ നിലക്കായിട്ട് അവൻ നാണിക്ക് നിന്റെ നോക്കുടാ ചൊല്ലിട്ട വിഷയ നീന് നിസ്സാര ആക്കിയ. അള്ളാഹു താല കേക്കട്, നീ ദുനിയാവുള്ളു തപ്പാക്കുമ്പോൾ മനുഷ്യന്മാരെ കാണാണ്ട് തപ്പാക്കിയ, പക്ഷെ ഞാൻ നോക്കിക്കൊണ്ടുള്ള ചൊല്ലെ ആ വിഷയത്തെ നീ മറന്നുപോയ. റൂമിൽ തിരിച്ച് വായിലിട്ടിട്ട് മൊബൈൽ പിടിച്ചിട്ട് 6 ചാറ്റിംഗ് ആക്കുമ്പോൾ 6 മുണ്ടോങ്കും എന്തെങ്കിലും വീഡിയോകൾ നോക്കുമ്പോൾ നിനക്ക് ചിലപ്പോൾ മനുഷ്യന്മാർ ഒറ്റൊരാൾ നീ അല്ലാത്ത ഒരാൾ കൊന്താവല. പക്ഷേ നാണോ കൂടെ ചൊല്ലിട്ട വിഷയത്തെ നീ നിസ്സാരായി കണ്ട ഫലം തക്സർത്ത നീ അതിൽ വലിയ വിഷയമായിട്ട് കാണിട്ടില്ല. ഭയാനങ്ങൾ നോക്കുന്നതായിരിക്കും വലിയ മനുഷ്യന്മാരെ കാണാത്തീരാണ്. അല്ല ആലയ്ക്ക് നിൽക്കുന്ന ഞാൻ ഇത്ര നിയമത്തന്നില്ലേ, നിന്റെ ജീവിത വ്യവസ്ഥ ഞാൻ ഏറ്റെടുത്തില്ലേ, എന്നിട്ടും നീന് ദുനിയാവില് ഈ നിലയ്ക്ക് ജീവിച്ചല്ലേണ്ട അള്ളാഹു താല ചോദ്യം കേൾക്കുമ്പോൾ മനുഷ്യർക്ക് ഉത്തരയില്ല, പേടിച്ചിട്ട് പിറക്കിടാം. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിൽപ്പെട്ട ഓരോരോ മനുഷ്യൻ അള്ളാഹുടെ മുന്നിൽ നിൽക്കൊണ്ടു ഞങ്ങളെയും അങ്ങനെ ഇടയിൽ അള്ളാഹുടെ ഒരഡ്ഡ ബണ്ടില്ലേ. അള്ളാഹു താല കേക്കടെ, അലമൻ അലൈഹ് നിക്ക് ഞാൻ നിയമ തന്നിട്ടില്ലേ, നിക്ക് അവ തന്നിട്ടില്ലേ, നിക്ക് ജാഗ തന്നിട്ടില്ലേ, നിക്ക് സ്വത്ത് തന്നിട്ടില്ലേ, നിക്ക് ആഹാരം തന്നിട്ടില്ലേ, അലം ഊത്തിക്കമാലൻ എത്ര സ്വത്ത് ഞാൻ എനിക്ക് തന്നെ ഒക്കു അള്ളാഹുവേ ബല അതെ അതെ. എന്നിട്ട് നിക്ക് നല്ല വിശേഷം തറകോ മുർസലീങ്ങളും അങ്ങനെ പിൻഗാമികളായ ആൾമാരെ നിൽക്കുന്ന ആ കടുത്തില്ലേ, ദീനേന്ദ്രൻ തന്നില്ലേ ഒക്കു ഒക്കു. എന്നിട്ടാണോ വലത്ത ഭാഗത്ത് നോക്കടാ, നോക്കുമ്പോൾ കാണ്ടേ നരക മാത്ര. എടുത്ത ഭാഗത്ത് നോക്കടാ, ആ ടൈമിലും ഓണക്ക് കാണ്ടേ നരകം മാത്ര. അങ്ങനത്തെ നാല് ആ നരകശിക്ഷയിൽ നിന്ന് നീ രക്ഷിക്കണ. നീന് പാവത്തെനിക്ക് എന്തെങ്കിലും സുതക കൊടുക്കുക. റസൂൽ ഈ ഹദീസ് എന്ന് ചൊല്ലേ അതല്ലെങ്കിൽ ഒരു നല്ല പലക്കായെങ്കിൽ നീ മുണ്ടു, നിന്നോട് പൈസ ഇല്ല കൊടുക്കൂ, നിന്നോട് ചുമ്മ നിയമത്തില്ല പോട്ടു, നിനക്ക് അതല്ല തീരില്ല, ഒരു പൈസ നീ ഒരു നല്ല പലക്കായെങ്കും നീ മുണ്ടു. സൂളതായിട്ടൊക്കെ ചൊല്ലേ ബലത്തെ ഭാഗത്തും എടുത്ത ഭാഗത്തും നീ നോക്കുമ്പോൾ എനിക്ക് നരക കാണുമ്പോൾ ആ നരകത്തെ പേടിയിൽ നിന്ന് നിനക്ക് രക്ഷിക്കുകയില്ല. നിനക്ക് പേടിയാവോട് ബലത്തെ എല്ലാം നരകിക്കുമ്പോൾ അപ്പം നീ നരകത്തിൽ നിന്ന് രക്ഷിക്കുക വേണ്ടിയിട്ട് ഒരു നല്ല പലക്ക കലിമത്തിൻ തൊയ്യബ
അതായെങ്കും മുണ്ടിട്ട് ആ നരകത്തിൽ നിന്ന് രക്ഷിക്കുക. എവിടെ അവിടെ മുണ്ടല്ല, ദുനിയാവിൽ നീ മുണ്ടൂണ്ട് ഹബീബുന റസൂലുള്ളാഹി തങ്ങ ഇതെല്ലാം വ്യാഖ്യാനിച്ചിട്ട് ഈ ഹദീസ് വ്യാഖ്യാനിച്ച് ഞങ്ങളുടെ ശരിയായിട്ടിക്കിട്. അതിൽ പിന്നായിട്ടിക്കിട് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒരു സാഹചര്യം കഴിഞ്ഞാൽ പിന്നെ ആയിട്ടിക്കിട് മനുഷ്യരുടെ കിതാബ് വലത്ത കയ്യിലും ഇടത്ത കയ്യിൽ കൊടുക്കട ഇങ്ങനത്തെ സിറ്റുവേഷൻ. ചോദ്യോത്തരങ്ങൾ വിചാരണകളായാൽ പിന്നെ വലത്ത കയ്യിൽ ഇടത്ത കയ്യിലാണ് കിതാബോട് കൂടെ. അത് പിന്നെ ചൊല്ലുകൊണ്ടില്ലല്ലേ, വലത്ത കയ്യിൽ കിതാബ് കിട്ടിയ ആൾക്ക് നല്ല ആക്കിയ ആൾക്ക്, ഇടത്ത കയ്യിൽ കിതാബ് കിട്ടിയ ആൾക്ക് ബെടക്ക് ആക്കിയ ആൾക്ക്. മൂന്ന് ഗ്രൂപ്പ് ആൾമാരിക്കാറുണ്ടായിരിക്കട്. ഈ വിചാരണ ആയാൽ പിന്നെ ഇനി ആ മീസാനുകളുടെ തക്കടിൽ തൂക്കുടയും കിതാബുകൾ കൊടുക്കട വിഷയിച്ചുണ്ട്. ഈ ടൈമിലോ മനുഷ്യന്മാർ വിചാരണ ആയാൽ പിന്നെ മൂന്ന് വിഭാഗിക്കിടാറ്. എല്ലാവരുടെ കയ്യിൽ കിതാബ് കിട്ടില്ല, എല്ലാവരുടെ കയ്യിൽ കിതാബ് കിട്ടില്ല, എല്ലാവരും തൂക്കുകയും ഇല്ല, ചില ആൾമാരെ മാത്രം. അതാറ് നോക്കാം. ഒന്നാമത്തത് അങ്ങ് ജീവിതത്തിൽ ഒരു നല്ലതും ആക്കിയിട്ടില്ല, അങ്ങോട്ട് ഒരു നല്ലതുമില്ല. ആ ആൾമാർ വിചാരണ ആയാൽ പിന്നെ എന്തിനങ്ങളെ നടക്കടേ, നരകത്തിൽ നിന്നിട്ട് കറുത്ത ഒരു കഴുത്ത് പോലത്തത് കൊണ്ട് എന്നിട്ട് ഒരു വലിയ ഒരു പക്ഷി ധാന്യത്തെ, ഒരു കോഴി അരി തിന്നിട പോലെ, ഒരു പക്ഷി ഒരു ധാന്യം തിന്നും പോലെ ഈ കറുത്ത കഴുത്ത് വന്നിട്ട് അത് വന്നിട്ട് ഓണ്ട മുൾമുണ്ടായിരിക്കല്. എന്നിട്ട് ഓണ്ട പുറത്ത് പോയിട്ട് ബലിച്ചിട്ട് നരകത്തികളുണ്ടായിരിക്കല്. എന്നിട്ട് നരക ഓണ്ട് ഇട്ടിട്ട് പൊരിക്കുണ്ടായിരിക്കല്, ഓണ്ട ഇടി അടിച്ച് മരിച്ചിട്ട് വയ്ക്കലുണ്ടായിരിക്കല്. എന്നിട്ട് ഓണ്ടിട്ട് ചൊല്ല് ഷഖാവത്തല്ല സാഅദത ബഅദഹ, നീ വലിയ പരാജയത്തിലെത്തിര, നീ വലിയ സോക്കൽക്കെത്തിര, ഇനി ഒരിക്കലും നിക്ക് വിജയമില്ല, തീർത്തനേണ്ടത് വിടുകയുണ്ട്. പിന്നെ കുറോ ഒങ്ക് സിറാത്തു പാല അതുപോലത്തെ വിഷയങ്ങൾ ഇനിയും കുറെ വിറകുണ്ട്. ആ ടൈമിൽ നടന്നൊരു സംഭവമാണ് ഇപ്പം ചെന്നുകൊണ്ടുള്ളത്. ഇതാർക്ക് ഒരു നല്ലതും ആക്കിയിട്ടില്ല അവൻ ജീവിതത്തിൽ. അവൻ്റെ മനുഷ്യ ഇന്നൊരു മനുഷ്യല്ല, അവണ്ടിട്ട ഒരു തപ്പും ഇല്ല, ഒരു തപ്പ് കൊണ്ടിട്ടില്ല, തപ്പേ ഇല്ല അവണ്ടിട്ട്. ആ മനുഷ്യർ അല്ലാഹു തആല വിളിക്കിട്. അവനുക്കും ഹിസാബില്ല, അവനുക്കോ കിതാബ് ദിന്ന തൂക്കടെ മീസാൻ എന്തോണില്ല. അള്ളാഹു ഈ ഗ്രൂപ്പിൽ ഞങ്ങളെ പെടുത്തി ഗ്രഹിക്കുമാരാകട്ടെ. ഇപ്പോഴും ദ്വാർക്കണോ അള്ളാഹു ഹിസാബില്ലാണ്ട് സ്വർഗത്തിൽ പോകണം ഈ ഗ്രൂപ്പായിട്ടിക്കടത്. അപ്പോൾ അള്ളാഹു തആല അങ്ങനെ വിളിക്കടെ ശൈലി കേൾക്കണോ. ലിയഖുമിൽ ഹമ്മാദൂൻ, അള്ളാഹുടെ സദാ ടൈമിലും സ്തുതിച്ചുകൊണ്ടു അൽഹംദുലില്ലാഹ് ചെന്നുകൊണ്ടു അള്ളാഹുടെ മദ്ഹാക്കിയോണ്ടു അള്ളാഹുടെ പ്രശംസിച്ചുകൊണ്ടിരുന്ന ആൾമാരെ ഒന്നാമത് വിളിക്കുക ഞങ്ങളായിട്ടിക്കട്. ഇപ്പുറം ഫസ്റ്റ് വിളിക്കട്. അടുത്ത വന്നിട്ട് ഞങ്ങളെ സ്വർഗത്തിക്കിട്ട്. പിന്നെ അള്ളാഹു രണ്ടാമത് വിളിക്കാരെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആദത്താക്കിയ ആൾമാർ, ജാവുക നിന്റെ നിസ്കരിക്കുന്ന ആദത്താക്കിയ ആൾമാർ, അങ്ങനെയും വിളിച്ചിട്ട് അള്ളാഹു സ്വർഗത്തിക്കിടും. മൂന്നാമത്തെ ഗ്രൂപ്പാണ് മല്ലം തശ്ഗലുഹു തിജാറത്തു ദുനിയ വല ബൈഉഹ അൻ ദിക്രില്ലാ, ദുനിയാവുൽ കച്ചവടാക്കിയ ആൾമാർ, ദുനിയാവുൽ ബിസിനസ് ആക്കിയ ആൾമാർ. എങ്ങനത്തെ ബിസിനസ്, എങ്ങനത്തെ കച്ചവട? പൈസാക്കുന്ന ടൈമിൽ അല്ലടെ മറന്നിട്ടില്ല, ഹക്കും ബാത്തിലനുസരിച്ചിട്ട് കച്ചവടാക്കിയ, സക്കാത്ത് കൊടുത്തുണ, വഞ്ചനാക്കിയിട്ടില്ല, നിസ്കാര കളാക്കിയിട്ടില്ല, ഹറാമിയത്ത കച്ചവടത്തിലാക്കിയിട്ടില്ല, അള്ളാടെ മറക്കാണ്ട് കച്ചവടാക്കിയ ആൾമാർ, അങ്ങനെയാണ് മൂന്നാമത് വിളിച്ചിട്ട് ഹിസാബില്ലാണ്ട് സ്വർഗത്തിൽ കിട്ടേ. അങ്ങനത്തെ ഒരു വിളിയുണ്ട് പറകൂ. ഈ ഗ്രൂപ്പിൽ ഞങ്ങൾ പെടണം, പെടുത്തിട്ട് സഅദത്തുൻ ലാ ശഖാവത ബഅദഹ, നിങ്ങൾ വിജയിച്ചിട്ടേത്ത്, നിങ്ങൾക്ക് എന്തിട്ടേത്ത്, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ പരാജയ ചൊല്ലത് പണ്ടില്ല, നിങ്ങൾ സോക്കോകില്ല. രണ്ട് ഗ്രൂപ്പിടെ തീരുമാനം അവിടെ കഴിച്ച് കൂടെ അങ്ങനെന്തും അങ്ങ് പിന്നെ എന്തില്ല, ഹിസാബ് എന്തുമില്ല രണ്ട്. പക്ഷെ മൂന്നാമത്തെ ഗ്രൂപ്പ് ഇങ്ങാണ് യാറുള്ളേ. ഈ ജനറൽ ആൾമാരെ കണ്ടി മൂന്നാമത്തെ ഗ്രൂപ്പാണ് യാറ്. അങ്ങാറ് ഖലത്തു അമലൻ സ്വാലിഹ വ ആഖറ സയ്യിഅ, നിസ്കരിച്ചിരാറ് ഹറാമാക്കിരാറ്, നോമ്പടിച്ചിരാറ് ഗീബത്ത് ചൊന്നരാറ്, നല്ലതും ആക്കിരാറ് ബെടക്കും ആക്കിരാറ്.
നിങ്ങൾക്ക് ചിലപ്പോൾ കൊന്തിക്കല ആക്കിയ തപ്പെന്തിനാണ്, പക്ഷെ അള്ളാഹു ഒന്നും മറഞ്ഞു പോയിട്ടില്ല, എല്ലാം കൊന്തുന്നു. അപ്പം അള്ളാഹു താല നിങ്ങളെ സംബന്ധിച്ചിട്ടായിട്ടിക്കട് ഇങ്ങനെ ഹസനാത്ത് യാറുള്ളമ ദോഷമായ യാറുള്ള ചെന്നിട്ടോ ഇങ്ങനെ ഒന്ന് വിചാരണ ആക്കുകൊണ്ട് എല്ലാം അള്ളാഹു താല ഇങ്ങ് കാട്ടിക്കൊടുക്കൂടെ. യഥാർത്ഥത്തിൽ അള്ളാഹു തൂക്കുടെ ആവശ്യം റബ്ബില്ല. അതുകൊണ്ട് നന്മയാറുള്ളമ ബെടക്കിയാറുള്ളമ ചെന്നിട്ടു തൂക്കുടെ തക്കടി കിട്ടിയിട്ട് തൂക്കുക അള്ളാഹല്ല കൊന്തുണ്ടോ. ഒന്നാമതായിട്ട് അള്ളാഹു താലയുടെ ശിക്ഷ ആക്കുമ്പമേ അള്ളാഹു ന്യായം എന്തിനായിട്ട് നമുക്ക് കാട്ടിക്കൊടുക്കട്ടെ. വെറുതെ ശിക്ഷിച്ചിട്ടല്ല, ഓങ്ക് മറന്നിട്ടിക്കൂ ഓണക്ക് മറന്നിട്ടിക്കൂ ആക്കിയതാ പോണ് നരകത്തി കിട്ടിയ സാത്ത് ഓൺ പേരിക്കുന്നുണ്ട് വെറുതെ നരകത്തി കിട്ടിയ നാനെന്തോ തപ്പാക്കിയിട്ടില്ല, ഞാൻ നല്ല ആൾ ഭാവാണ്. അപ്പോൾ ഓൻ്റെ ആ ബെടക്കിടെ കാട്ടിയിട്ട് പിന്നെ നരകത്തി കിട്ടണം. അപ്പോൾ ഓണക്ക് എന്താവിടും അള്ളാഹു ന്യായാച്ചിതന് കൊന്തോണ്ട് റബ്ബുടെ ന്യായ കൊന്തോണ്ട്. ഒന്ന് ഈ ഉദ്ദേശം. ഇതുപോലത്തെ ചൊമ്മ 4-5 ഉദ്ദേശമുണ്ട്. മീസാൻ ചൊല്ലെ തുലാസിൽ തൂക്കൂ 4-5 ഉദ്ദേശമുണ്ട്. ഇതെല്ലാം ഇപ്പോൾ വിശദീകരിക്കുക ടൈമില്ല. അങ്ങനെ ഓൻ്റെ നന്മകളും തിന്മകളും എഴുതിയെങ്കത്തെ നല്ലതും ബെടക്കും എഴുതിയെങ്കത്തെ കിതാബുകളെ അവിടെ നിന്ന് അത് പാരിയോണ്ട് പണ്ടുണ്ടായിരിക്കട്. ആ കിതാബുകൾ വന്നിട്ടാകുമ്പോൾ ഈ തക്കടി എന്താ ഇതല്ലേ തക്കടി അപ്പുറം ഇപ്പുറം തൂക്കണമെങ്കിൽ തക്കടി ഇണ്ടത്തെ മക്കൾക്ക് ആ തക്കടി അർത്ഥമാവല ഇങ്ങനെ ഡിജിറ്റൽ എന്തായിരിക്കും മെഷീൻ നോക്കിയായിട്ടിക്കട്. ആഖിറത്തിൽ ഇപ്പോൾ ഈ വ്യവസ്ഥയാണുള്ളത് ഉണ്ടായിട്ടിക്കടുള്ളത്. ആഖിർ ഡിജിറ്റൽ അല്ലേ ഉണ്ടല്ല, അള്ളാഹു താലാക്കിയ വ്യവസ്ഥ അങ്ങനെയുണ്ട്. അപ്പോൾ ഈ മനുഷ്യ എന്തിനായിട്ടിക്കട് ഓൻ്റെ കിതാബ് എന്തിനായിട്ടിക്കുവാ ബൽത്തതിൽ ബണ്ട എടുത്തതിൽ ബണ്ട ബൽത്ത ഭാഗത്ത് അമലുകൾ യാറാവിടാ അല്ലെ എടുത്ത ഭാഗത്ത് ഈ സയ്യാത്ത് ബടക്കുകൾ യാറാവിടാ ചൊന്നിട്ട് ഇങ്ങനെ നോക്കട. അതിൽ എന്തിനു തൂക്കൂടെ ഈ കിതാബിടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ. പ്രബല അഭിപ്രായ പ്രകാരം അതിൽ തൂക്കൂടെ കിതാബുകളെ ആയിരിക്കട്. ഓണ്ട് ആ റഖീബ് അതീദ് പോലത്തെ മലക്കുകൾ എഴുതിയ കിതാബുകളെ വെച്ച് തൂക്കൂടെ ഉണ്ടായിരിക്കട്. തൂക്കൂടെ ആളാറുള്ള വിഷയത്തും അഭിപ്രായ വ്യത്യാസമുണ്ടോ. ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമായിട്ടിക്കട് തൂക്കൂടെ ഉണ്ടായിട്ടിക്കട്. അയാളായിട്ടിക്കട് ഇതിൽ ലിസാൻ ഈ തക്കടി ഉണ്ടല്ലേ, ഈ തക്കടിയുടെ നാവ് ചെന്നെങ്കിൽ ആ നടുവത്തെ മുള്ളു അതിൽ നോക്കടെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമായിട്ടിക്കട്. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലുന്നത് യുഅ്താ ബിബ്നി ആദമ യൗമൽ ഖിയാമ, മനുഷ്യരെ ഖിയാമെന്നാൽ അല്ലാഹു തആല എടുത്തവണ്ട്. എന്നിട്ട് ഈ ജണ്ട് തക്കടി തുലാസയുടെ ജണ്ട് ഭാഗത്തിലുകൊണ്ട് ആമലുകളെല്ലാം വെച്ചിട്ട് ഒരു മലായിക്കത്തിൽ ഏൽപ്പിക്കട്. ആ ടൈമിൽ ഓണ്ട് നന്മകൾ യാറായെങ്കിൽ ആ മലായിക്കത്ത് ജോറർബായിടും. അങ്ങനത്തെ അർബായി മഷറിലുള്ള എല്ലാ കോട്ടിക്കെട്ടിലെ ആൾമാർ കേൾക്കട പോലെ സായിദ ഫുലാനുൻ സആദതൻ ലാ യഷ്ഖാ ബഅദഹാ അബദാ. ഓൺ തപ്പാക്കിട്ടിക്കോ, പക്ഷെ ഓൻ്റെ നന്മകൾ യാറായിട്ട് ഓൺ വിജയിച്ചിറ ഇനി പരാജയപ്പെടുകയില്ല. ഓൺ വിന്നായിടാൻ. അതേ ഓൻ്റെ നന്മകൾ കൊറടിയും തിന്മകൾ യാറയിത്ത് ബെടക്ക് യാറായെങ്കും ആ മലായിക്കത്ത് ചൊല്ലിട്ട് ഷഖയ ഫുലാനും ഷഖാവ, സ്വത്തുപോയ ഓൺ വിജയിക്കുകയില്ല. എന്താ ഇതല്ലേ ആ ടൈമിലോ ആ പരാജയപ്പെട്ട് നന്മകൾ കുറഞ്ഞിട്ട് ബെടക്കയാറുള്ള ആൾമാർ സബാനിയത്തായ മലക്ക് പിടിച്ചിട്ട് ദണ്ട് കൊണ്ട് ഇരുമ്പിട് ദണ്ട് കൊണ്ടിട്ടു തീരെ ഡ്രസ്സിട്ടിട്ട് വല്ലാത്തൊരു അടിക്കുണ്ടായിരിക്കട്. ഈ അതേ ടൈമിൽ അടി പോലും ഉണ്ടായിരിക്കട്. അപ്പോൾ അതാണ് പരിശുദ്ധമായ ഖുർആൻ ചൊല്ലുന്നത് ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഐശത്തിർ റാദിയ. അങ്ങനെ ചൊമ്മ കേട്ടെങ്കത്തെ ആയതാണ്. ഈ മീസാനിൽ തൂക്കിട ടൈമിലോ ഏത് മനുഷ്യന്മാരെ നന്മകൾ യാര തിന്ന ഉണ്ടാ നല്ലതിരെ തുലാസ് തക്കടി ആരത് തിന്നയിത്ത അവൻ്റെ ജീവന തൃപ്തികരമാണ്, സന്തോഷമുള്ള ജീവനമാണ്. നേരെ മറിച്ചു ആ നന്മകളെ തൂക്കുടെ തുലാസ് ആ തക്കടി മീത്തു അത് ദിന്ന കുറഞ്ഞിത്ത് അഥവാ തിന്മയാറയിത്ത് ഇത് മേൽ പോന്നുത്തോ ഓണ്ട് നന്മകൾ കൊരടിയിട്ടുണ്ടായെങ്കിൽ അതിൽ ഒന്നോ നന്മ തീരെ ഇല്ല, ഒന്നോ രണ്ട് നിലക്കുണ്ട്, ഒന്നോ ഒരു നന്മയും ഇല്ല. അതല്ലെങ്കിൽ എന്തായിട്ടിക്കട് ഓണ്ട് ബെടക്കയാറോ നല്ലത് മാറി കൊരടിയിട്ട്
എന്നെങ്കിൽ ഫഉമ്മുഹു ഹാവിയ, ഓൻ പോയിട്ട് എത്രയെങ്കിത്തെ നരക ഹാവിയ ചൊല്ല് ആ ജാഗയായിട്ട് ജഹന്നമുടെ. ഒമാ അദുറാക മാഹിയ, ഹാവിയ ചൊന്നെങ്കിൽ എന്തിനാ ഗൊന്തുണ്ട, നാറുൻ ഹാമിയ, കടുകടോരമായ ചൂടുള്ള നരകമാണ്. ആയതുകൊണ്ടിട്ടു അവസാനം ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു ചൊല്ല്, അണ്ടത്തെ നാൾ നന്മകൾ യാര വന്നിട്ട് തിന്മകൾ ഇല്ലാണ്ടാവിടെ വിജയിക്കണമെങ്കിൽ വ്യക്തി ആരുണ്ട് കൊണ്ടുണ്ട. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. ദുനിയാവിലെ ആ തക്കടിയിൽ നിങ്ങളെ തൂക്കിട മുന്നോട്ട് നിങ്ങളെ ഒന്ന് തൂക്കിക്കൊണ്ടിക്കോറും. റമദാൻ ഉണ്ട്, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെട്ട നാളുങ്ങ ഉണ്ട്, നല്ല നല്ല നാളുങ്ങ ഉണ്ട്. ഓരോരോ ജാവു തഹജ്ജുദ് കണിക്കോ റമദാൻ അല്ലെങ്കിൽ എന്നിട്ട് നിങ്ങളെ ഒരു തക്കടി നിങ്ങമേ തൂക്കിക്കൊണ്ടിക്കോറോ. നണ്ടിട്ട് നല്ലത് യാറുള്ളമാ ബെടക്കിയാറുള്ളമാ, ഇന്നത്തെ നാളാൻ എത്ര നല്ലാക്കിയ എത്ര ബെടക്കാക്കിയ, കഴിഞ്ഞ വാരം നാൻ എത്ര നല്ലാക്കിയ എത്ര ബെടക്കാക്കിയ, ഒരു വർഷത്തെ ജീവനം എത്ര നല്ലുണ്ട്. നീനെ ഒരു തൂക്കൂ. ഒസീനു ഖബ്ല അൻ തൂസനു, നിന്റെ അമല് മലായിക്കത്ത് തൂക്കിടുമെന്നാൽ നീനേ ഒന്ന് തൂക്കൂ. അതിനർത്ഥം തൂക്കിയിട്ട് തൗബാക്കിയിട്ട് നല്ല ആവുള്ള പരിവർത്തന ജീവിതത്തിൽ നീ വാ. ഇങ്ങനത്തെ വ്യക്തിയായിട്ട് അവിടെ വിജയിക്കടേണ്ടാണ് ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു. ഇതിൽ ലാസ്റ്റ് ചൊല്ലി, അള്ളാഹു എങ്ങനെങ്കും ആകിട്ട് ഞങ്ങൾ അള്ളാഹു വിജയികളിൽ പെടുത്തുമാരാകട്ടെ. പരാജിതരായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പരിശുദ്ധ റമദാന്റെ ബറകത്ത് കൊണ്ട്, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെട്ട നാൾ കൊണ്ട് ബറകത്ത് കൊണ്ട് ഞങ്ങളെ സലാമത്താക്കി തരുമാറാകട്ടെ. ആൽമാരം എന്നുള്ള ഫളീഹത്ത് അവിടെ തൊട്ടിട്ടു അള്ളാഹു ഞങ്ങളെ കാത്ത സലാമത്താക്കി തരുമാറാകട്ടെ. പരിശുദ്ധ ലൈലത്തുൽ ഖദ്ർ മഹാഭാഗ്യ കിട്ടിയ മുഅ്മിനീങ്ങളിൽ അള്ളാഹു ഞങ്ങളെല്ലാവരെയും പെടുത്തുമാറാകട്ടെ. ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ഞങ്ങൾ ഇഷ്ടപ്പെട്ട ഞങ്ങളെ സർവ്വ ഹലാലായ മുറാദുകൾ ഹാസിലാകട്ടെ. ദോഷങ്ങൾ മാഫാകട്ടെ, രോഗങ്ങൾ ശിഫയാകട്ടെ. ബേജാറ്, ദുഃഖ, കഷ്ട, നഷ്ട എല്ലാത്തും അള്ളാഹു പരിഹാരം തന്നിട്ട് സന്തോഷമുള്ള ജീവിതം നൽകുമാറാകട്ടെ.